എവരിവൺ, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കുറെ റിയാക്ടിങ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിമിഷ ബിജോ, പിന്നെ അതുപോലെ തന്നെ മറ്റേ ബ്യൂട്ടി ബ്ലോഗ്സ് അഞ്ജിത നായർ, പിന്നെ വേറെ വന്നേക്കുന്ന ഇവർ രണ്ടുപേരാണ് ഞാൻ മെയിനായിട്ട് എടുത്തേക്കുന്നത്. അപ്പം നമ്മള് പിന്നെ നിള നമ്പ്യാര്, അതുപോലെ തന്നെ നമുക്ക് കുറെ കമന്റ് വന്ന ഒരാളാണ് ഇയാളെ കുറിച്ച് റിയാക്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് എനിക്കൊരു കമന്റ് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെ കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിഷാന ബ്ലോഗ്സ് എല്ലാവർക്കും അറിയാൻ പറ്റും, സുപരിചിതമാണ്. പക്ഷെ ഞാൻ കുറച്ച് നാളായുള്ള പുള്ളിക്കാരിന്റെ വീഡിയോസും ഒക്കെ ഒന്ന് വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒന്നും അറിയാണ്ട് വന്നിരുന്ന് ഇങ്ങനെ ചലിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. എന്തെങ്കിലും അറിഞ്ഞാലേ കാര്യങ്ങൾ നല്ല രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നിമിഷ ബിജോനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോന്റെ ഇടയിൽ നിമിഷ ബിജോ പിന്നെ എനിക്കൊരു റിയാക്ഷൻ വീഡിയോ എനിക്കെതിരെയും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവളും യൂട്യൂബ് ചാനലുള്ളതാണ്, അവൾക്കെതിരെയും ഒരു ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ വേറെ അതിനെ കുറിച്ച് റിയാക്ടിങ് ആയിട്ടൊരു വീഡിയോ ചെയ്ത്, അപ്പൊ അതിന്റെ ഇടയിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. എല്ലാവരും സത്യം പറഞ്ഞാൽ കൂടുതൽ എനിക്ക് പോസിറ്റീവ് കമന്റ്സ് ആണ് വന്നേക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ വരും തലമുറയെ ഇച്ചിരി ഇവളെയൊക്കെ ഒന്ന് പൂട്ടിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇവളെയൊക്കെ പൂട്ടിക്കണം. ഇങ്ങനെയുള്ള തെമ്മാടിത്തരം കാണിച്ചു വരുന്നവളുമാരെ എല്ലാവരെയും ഒന്ന് പൂട്ടിക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളവർ വരുമ്പോഴത്തേക്കും ഒരുപാട് സ്ത്രീകള് പിന്നെ ഇങ്ങനെ ഇതാകുവാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈ വീഡിയോ നിഷാന വ്ളോഗ്സിനെ കുറിച്ച് വലുതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഉള്ള കാര്യം പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ നിമിഷ ബിജോയുടെ റിയാക്ടിങ് വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു, മോളെ ഈ നിഷാന എന്ന് പറയുന്നിട്ട് ഒരു പെണ്ണുണ്ട്, അവരെ കുറിച്ച് നീ ഒന്ന് ചെയ്ത് അവരുടെ വീഡിയോ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഒരുപാട് മെസ്സേജ്, എനിക്ക് പേഴ്സണൽ മെസ്സേജും വന്നിട്ടുണ്ട് അവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്തായാലും അത് പിന്നെ അവരുടെ ചാനലൊക്കെ 2-3 ദിവസമായിട്ട് ഇരുന്ന് ഫുള്ള് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവരെ കുറിച്ച് ഇവരെ പോലൊന്നും അല്ല അവരെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നളെ ഒരു രക്ഷയില്ലാത്തവരാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ ബിജു ആണെങ്കിലും നിഷാന ഒക്കെ ആണെങ്കിലും ഒരു ചിരിയെങ്കിലും ഒരു തൊലിക്കട്ടി ഉണ്ടെന്ന് പറയാം. ഈ നിഷാന എന്ന് പറയുന്ന അവരെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയുള്ള കാര്യം പറയാമല്ലോ, പെറ്റതള്ള സഹിക്കത്തില്ല. കാര്യം ഇവള് ഡിവോഴ്സ്ഡ് ആണ്, 2 മക്കളുണ്ട്, പിന്നെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇവളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ്, ലൈവ് മെമ്പർഷിപ്പാണ് ഇവളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇവള് എന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി 1 മണി മുതൽ വെളുപ്പിന് 5 മണി വരെയാണ് ഇവരുടെ ലൈവ് വന്നേക്കുന്നത്. ഇവർക്ക് 3 ചാനലുകളാണുള്ളത്. നിഷാന വ്ളോഗ്സ്, പിന്നെ നിഷാന റിച്ചു, പിന്നെ വേറെ നിഷാന വേൾഡ്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് 3 ചാനൽ. ശരിക്കും എനിക്കറിയത്തില്ല, ഞാൻ ഒരു ചാനൽ മാത്രമേ ഇവളെ ഫോക്കസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഇതിനകത്ത് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന എന്റെ പൊന്നളിയ എന്ത് സബ്സ്ക്രൈബേഴ്സ് ആണ്. നോർമലി നമ്മൾ എത്ര നല്ല വീഡിയോസ് ഇട്ടാലും കിട്ടാത്ത സബ്സ്ക്രൈബേഴ്സും വ്യൂസും ആണ് ഇവക്ക് കിട്ടുന്നത്. കാര്യം ഇവക്ക് അതൊന്നും അല്ല കാര്യം, ഇവക്ക് വ്യൂസും വേണ്ട. സത്യം പറഞ്ഞാൽ അതാണ്, ഇവക്ക് വ്യൂസും സബ്സ്ക്രൈബറൊന്നും അല്ല വേണ്ടത്. ഇവക്ക് മെയിൻ ആയിട്ട് ലൈവ് വന്നിട്ട് മെമ്പർഷിപ്പ് എന്ന് വെച്ചാൽ 290-300 രൂപ എങ്ങാണ്ടാണ് ചെറിയ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വരുന്നത്. പിന്നെ തുണിയുടെ അളവ് കുറയും തോറും എമൗണ്ട് കൂടി വരും. അതാണ് ഇവരുടെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ വീഡിയോ ലൈവ് വരുന്നതിന് മുമ്പ് ഇവളുടെ ലൈവ് എന്ന് പറഞ്ഞാൽ 1 മണി മുതൽ 5 മണി വരെയാണ്. രാത്രി 1 മണി മുതൽ. ഇവക്ക് ഉറക്കമൊന്നുമില്ല. ഇവള് രാവിലെ കിടന്നുറങ്ങും, രാത്രി ഇതാണ് മെയിൻ പരിപാടി. ഇവക്ക് പുറത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോ ഫോണിൽ കൂടെ എല്ലാം കാണിച്ചു കൊടുക്കാം. അതാണ് ഇവളുടെ ഇത്. ഇവള് പറയുന്നത് കേട്ടാല് സത്യം നമ്മുടെ തൊലി ഉലിഞ്ഞു പോകുന്ന രീതിയിലുള്ള സംസാരം അവള് സംസാരിക്കുന്നത്. കാര്യം നമുക്ക് തന്നെ അത് കാണുമ്പോ ഇങ്ങനെയൊക്കെ പറയുക, ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് വന്നിട്ട് സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് അപമാനം സത്യം. കാര്യം ഇവള് വന്നിട്ട് തൊലി ഒളിഞ്ഞു പോകുന്ന രീതിയിലുള്ള സംസാരവും സംസാരിക്കുന്നത്. അതുമല്ല ഇവള് രാവിലെ ഒരു പോസ്റ്റ് ഇടും, ഒരു ചെറിയൊരു ക്ലിപ്പ് ഇടും, പിന്നെ ഉച്ചക്ക് ഇടും. എന്തോ പറയുന്നതെന്നറിയാം, ഇന്ന് രാത്രി അടിപൊളി ലൈവ് ഉണ്ട്, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ലൈവ് ഉണ്ട്, പിന്നെ അപ്പൊ അടിപൊളിയാണ്, കാണാൻ സൂപ്പർ ആയിരിക്കും, പിന്നെ അത് എന്താണ് സാരിയിൽ ഉള്ള ലൈവ് ഉണ്ട്, ബിക്കിനിയിലുള്ള ലൈവ് ഉണ്ട്, അങ്ങനെ ന്യൂഡായിട്ടുള്ള ലൈവ് ഉണ്ട്. എല്ലാ ലൈവുകളും ഇവള് ചെയ്തു കൊടുക്കും. അത് എന്നിട്ട് ഇവള് നൈസായിട്ട് ഇവള് പറയുന്ന വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, എന്താണ് ഞാൻ പിന്നെ എന്താണ്
നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക, അടിപൊളിയാണ്, പിന്നെ കണ്ടവര് പിന്നെയും മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെന്ന്. കണ്ടവര് തന്നെ പിന്നെയും മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അതാണ് എന്നൊരു കണ്ടവർക്ക് പിന്നെയും കാണണം. അതുകൊണ്ട് വീണ്ടും ഇതെടുക്കും. ഇവള് മെയിനായിട്ട് ഇങ്ങനെ വരുന്ന. പിന്നെ അതുപോലെ പിന്നെ ഇന്ന് രാത്രി 1 മണി മുതൽ പിന്നെ 5 മണി വരെ നമുക്ക് അടിച്ചു പൊളിക്കാം, അടിപൊളിയാണ്. പിന്നെ ഒരു രക്ഷയില്ലാത്ത ഇവള് തന്നെ ഇവളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവളെ അതും വൃത്തികെട്ട ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഡ്രസ്സിങ്. ഇവളുടെ ഓരോ അതിനകത്ത് തന്നെ ഷോർട്സിൽ തന്നെ എന്തൊക്കെ വൾഗർ ഡ്രസ്സാന്നറിയാവോ. എന്താ പറയല്ലോ, എന്തോ വെച്ച് കെട്ടി നടക്കുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അത്രയും ഇതായിട്ടുള്ള ഇവള് സത്യം പറഞ്ഞാൽ എന്തു പറയാനാ, ഇവൾക്ക് 2 മക്കളാണുള്ളത്. 2 ചെറിയ പിള്ളേരാണുള്ളത്, ഒരാണും ഒരു പെണ്ണുമാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ഈ 2 പിള്ളേരെ, കൊച്ചു പിള്ളേരെ, ഇവള് കഴിഞ്ഞ ദിവസം വേറൊരു ഇത് കണ്ട്, ഇവള് പുതിയൊരു വണ്ടി താറ ഇറക്കിയിരിക്കുന്നു. ഇങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ടായിരിക്കും. പിന്നെ ഇവളുടെ ഫുള്ള് ഗോൾഡാണ്, മാലയും കമ്മലും വളയും. ഇപ്പൊ ഇത് കാണുന്നത് ഏതെങ്കിലും ഞരമ്പന്മാർ അല്ലെങ്കിൽ ഞരമ്പികളുണ്ട്. ഇത് വേറൊരു കാര്യം ഞാൻ പറയാം, ഇതിനകത്തെ കൂടുതലും പെണ്ണുങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ആ പെണ്ണുങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് എനിക്ക് പിടികിട്ടാത്തത്. കാര്യം ഫേക്ക് വീഡിയോന്നുമില്ല, സത്യം പെണ്ണുങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ചിലപ്പോൾ അവർ ലെസ്ബിയനോ എല്ലാം ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ എനിക്കിന്ന് ഒരു കമന്റ് വന്ന ആ കമന്റ് മെയിനായിട്ട് ഞാനത് വായിച്ചു തരാം, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇവരുടെ കാര്യം ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത് കൊണ്ട് ചിലർക്കൊക്കെ നന്നായിട്ട് കുരു പൊട്ടുന്നുണ്ട്, നല്ല രീതിയിൽ കുരു പൊട്ടുന്നുണ്ട്. കാര്യം ഇവരുടെ ഈ കമന്റ് ഇടുന്ന, ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെ വിചാരം എന്താണെന്നറിയാവാ, ഇവരുടെയൊക്കെ കുടുംബത്തെ കയറിയാ നമ്മൾ ഈ പറയുന്നതെന്ന് വിചാരിക്കും. ഇവർക്കൊന്നും ബോധമില്ലെന്ന് ആലോചിക്കുന്നു. ഇവരുടെ കുടുംബത്തിൽ ഇപ്പൊ ഞാനൊരു കാര്യം പറയുക, എനിക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് കമന്റ് വരുന്നുണ്ട്. നെഗറ്റീവ് കമന്റ് കുറച്ചേ ഉള്ളൂ. കാര്യം ഇതുപോലെ കുരു പൊട്ടുന്നവരുടെ നെഗറ്റീവ് കമന്റ് അത് ഞാൻ വായിച്ചു തരാം. അതിനു മുന്നേ തന്നെ ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ഇടുന്നവരെല്ലാം പറയുന്നു, മക്കളെ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാവായിട്ട് നിങ്ങൾ സംസാരിച്ചല്ലോ എന്നാ പറയുന്നത്. ഇങ്ങനെ പറയാൻ ആരും നിൽക്കത്തില്ല. മിക്കവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവര് ഇതുപോലുള്ളവരുടെ എണ്ണങ്ങൾ കൂടുന്നത്. ഡെയിലി ഇതുപോലെ പുതിയ അവതാരങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചു നേരത്തെ ഞങ്ങൾ ഫോൺ എടുത്തിട്ട് നിഷാന ലൈവിൽ വന്നിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ മറ്റേ നിമിഷ ബിജ വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കി, ഉള്ളത് പറയണമല്ലോ. നോക്കി കഴിഞ്ഞപ്പോഴാണ് എന്റെ അളിയാ, ഇവളുമാരെ പോലെയൊന്നുമല്ല, ഒരുപാട് പേരുണ്ട് ഇതുപോലെ. നമ്മൾ മെയിൻ ആയിട്ടുള്ളവരാണ് ഇവര്, ഈ പറയുന്ന രംഗത്തേക്ക് കടന്നു വന്നവര്. പക്ഷെ നമുക്കറിയാത്ത ഒരുപാട് പേരുണ്ട് ലൈവില്, നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെ, ഞാൻ ഒരു കാര്യം പറയാം, മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയുവാണ്. നമ്മൾ പിന്നെ വിചാരിക്കും കൊച്ചു ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഒറ്റക്ക് കിടക്കുന്നവരായിക്കോട്ടെ എന്തായിക്കോട്ടെ അവരുടെ പ്രൈവസിയാണ്, ഓക്കെ, അത് സമ്മതിച്ച്. പക്ഷേ ഒരു 10, 12 വയസ്സ് 13 വയസ്സുള്ള പിള്ളേരെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഇവര് റൂമിൽ കയറിയിട്ട് ഫോണ് ഫുൾ ടൈം, ഈ ഉറങ്ങാൻ നേരത്ത് ഈ പിള്ളേരുടെ കയ്യിൽ ഫോൺ ഒരിക്കലും കൊടുക്കരുത്. അതാ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഈ ഉറങ്ങുന്ന ടൈം ഒരു 11, 12 മണി 1 മണി വരെ ഇവർ ഉറങ്ങുവാണോ, അത് എന്ത് ചെയ്യുവാണെന്നൊന്ന് ശ്രദ്ധിക്കണം. കാര്യം ഈ കൊച്ചു പിള്ളേര് കൗമാരക്കാരായിട്ടുള്ള പിള്ളേര് വഴിതെറ്റി പോകാൻ പെട്ടെന്നാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവര് ഈ 1 മണിക്ക് ലൈവ് വരും, 2 മണിക്ക് ലൈവ് വരും. ഇവര് ചുമ്മാ റിമൈൻഡർ പോലെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടോണ്ടിരിക്കും. ഞാൻ ഇന്ന് രാത്രി 1 മണിക്ക് വരും, മറക്കല്ലേ, നമുക്ക് പൊളിച്ചെടുക്കണോ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പോസ്റ്റ് ഇട്ടോണ്ടിരിക്കും. ഈ പിള്ളേരാണെങ്കിലും ഇത് കാണുവാണെങ്കിൽ അവര് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വരുന്നുണ്ട്. പിന്നെ എന്തുവാ പിന്നെ ഇത്ര മണിക്ക് കേട്ടാ ഞങ്ങൾ ലൈവ് വരുന്നു, സാരിയിൽ വേണേ സാരിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ബിക്കിനി പറഞ്ഞോ, അതിട്ടോളാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ഡ്രസ്സ് പറ, അതിട്ടോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പിള്ളേർക്ക് അത് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. നമ്മൾ അത് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പൊ ആ പിള്ളേരെന്താണ് ചെയ്യുന്നതെന്ന് എല്ലാ മാതാപിതാക്കളും ഉറങ്ങിക്കഴിഞ്ഞ് ചിലപ്പോൾ നേരത്തെ ജോലി ക്ഷീണവും അതും ഇതൊക്കെ കൊണ്ട് വീട്ടിലെ ജോലി പുറത്ത് അച്ഛന്മാരാണെങ്കിലും ക്ഷീണിച്ച് തളർന്നു വന്ന് അവർ കിടന്നുറങ്ങും. പക്ഷെ ഈ സമയത്ത് പിള്ളേരെന്താ ചെയ്യണേ, പിള്ളേര് ഇങ്ങനത്തെ വീഡിയോസ് കാണുവാണ്. ഇവളുടെയൊക്കെ പിന്നെ ഇതിൽ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ മെമ്പർഷിപ്പും എടുത്ത് കാണും. പറയാൻ പറ്റത്തില്ല, നമ്മൾ ഇന്നത്തെ കാലം അതാണ്. കാര്യം കാശ് അതിന് വേണം ഇതിന് വേണമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് മെമ്പർഷിപ്പ് എടുത്ത് ചിലപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുവാൻ
പറയാൻ പറ്റത്തില്ല, നമുക്ക് വഴിതെറ്റി പോകുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ടാണ് ഓരോ കൊച്ചു പിള്ളേരെ കാണുമ്പോൾ ഈ കൊച്ചു പിള്ളേർക്ക് വേറെ പിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ചെറുപ്പത്തിലെ എത്രയോ സ്ഥലത്ത് കേട്ടിരിക്കുന്നു 18 വയസ്സുള്ളത് സ്വന്തം കൂടെ പഠിക്കുന്ന കുട്ടിയെ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് കൊണ്ട് അതൊക്കെ ഈ ബോധമില്ലാത്ത ഈ മൊണ്ണകൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ഈ കിടന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത്, ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെയൊക്കെ വിചാരം, നിന്റെ ഒന്നും വീട്ടിൽ വന്നില്ലല്ലോ ഞങ്ങള്, നിന്റെ അല്ലെ അവർ നിങ്ങൾക്ക് എന്താണ്, അവരെന്ത് വേണേലും കാണിക്കട്ടെ, അവരുടെ ഡ്രസ്സ് അവരുടെ അവരെന്ത് വേണേലും കാണിക്കട്ടെ, നിങ്ങൾ എന്തിനാ അവരുടെ കുടുംബത്ത് കയറി ചൊറിയാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് വരുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ പറയുന്നവരുണ്ടല്ലോ, ഈ പറയുന്നവരുടെ വീട്ടിലും പിള്ളേരുണ്ട്, ഹസ്ബൻഡുണ്ട്, ആങ്ങളമാരുണ്ട്. ഇതൊന്നും ഇവര് ചിന്തിക്കുന്നില്ല. ഈ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, സ്വന്തം മക്കൾ, ഈ ആണുങ്ങളാണെങ്കിൽ തന്നെ സ്വന്തം മക്കള് വഴിതെറ്റി പോകുമോ, അങ്ങനെയൊന്നും ചിന്തയില്ലാത്ത തെണ്ടികളാണ് ഈ അച്ഛന്മാര്. അപ്പൊ ഞാൻ എല്ലാ അച്ഛന്മാരെയും അല്ല പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എനിക്കത് ഒരു കമന്റ് വന്നത് ഞാനൊന്ന് വായിച്ചു തരാം. ഞാൻ കുറെ നേരമായി. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. എന്തുവാ, നേഹ എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്ത്രീയുടെ കമന്റ് ആണ്. ഇപ്പൊ ഞാൻ ആദ്യം ഇവര് കുറെ മെസ്സേജ് അയച്ചപ്പോ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ് എന്തുവാണ് നിമിഷ ബിജോയുടെ ഫാൻ ആണോ ചേട്ടാന്നും പറഞ്ഞിട്ട് ഞാനൊരു കമന്റ് ഇട്ടു. കമന്റ് ഇട്ടപ്പോ അവര് പറയുന്നതാണ്, ഇവരുടെ പേര് നേഹ എന്ന് പറയുന്നിട്ടുള്ള അവരാണ്. അവര് പറയുക നിങ്ങളുടെ നെഞ്ചുവേദന കണ്ട് പറയുന്നതാണെന്ന്, ഞങ്ങൾക്ക് നെഞ്ചുവേദനയാണെന്ന്, ഇവളൊക്കെ പിന്നെ വന്ന് ഇരുന്ന് ഇങ്ങനെ തുണി അഴിച്ച് കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് നെഞ്ചുവേദന കൊണ്ടിട്ട് അവള് പറയുവാന്ന് വെച്ചാൽ അവര് തുണി അഴിക്കട്ടെ, പിന്നെ തുണി അഴിക്കട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. അവളുടെയൊക്കെ ഡ്രസ്സിങ് വെച്ചിട്ടാണോ ആളെ അളക്കുന്നത്? ആണ്, ഡ്രസ്സിങ് വെച്ചിട്ട് ആളെ അടക്കുന്നത്. ഇങ്ങനത്തെ പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും പറയാനുള്ളവർ പറയും. പിന്നെ അതല്ലാതെ വേറൊരു കാര്യം പറയാം. പിന്നെ അവള് പറഞ്ഞൊരു കാര്യം, ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ഇരുന്നാണ് ആ വീഡിയോ ചെയ്തത്. അപ്പം പറയുന്നത്, നിന്റെ ഹസ്ബൻഡിന്റെ അടുത്തോട്ട് വന്നില്ലല്ലോ, നീ ഇത്രയ്ക്ക് കിടന്ന് പറയാനായിട്ട് നിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് അവര് വന്നില്ലല്ലോ, പിന്നെ അതുകൊണ്ട് പിന്നെ വന്നിട്ട് പറയുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നെന്ന്. എന്റെ കാര്യം മാത്രമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ലോകത്ത് ഒരുപാട് പിന്നെ മനുഷ്യരുണ്ട്. അല്ലാതെ ഇപ്പൊ ഈ നേഹ എന്ന് പറയുന്നവരുടെ വീട്ടില് പിന്നെ മക്കളും ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഏത് വഴി പോയാലും ഈ നേഹ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു കുഴപ്പവും കാണത്തില്ല. അപ്പൊ ഞാൻ അവർ കുറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നീയും നിന്റെ ഹസ്ബൻഡും നിന്റെ കാര്യം നോക്ക്, നീ എന്തിനാ വല്ലവരുടെയും കാര്യം നോക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, പിന്നെ വല്ലവരും എന്തെങ്കിലും കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ. അപ്പൊ ഞാൻ അതിനകത്തിട്ടൊരു കമന്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അതിനകത്തൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിരിക്കുന്നത്, നീ തന്നെ പറയുന്നു, അവര് തന്നെ പറയുന്നുണ്ട് നിന്റെ ലൈഫ് പിന്നെ നിന്റെ കാര്യം നോക്ക്, നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, നീ തന്നെ പറയുന്നു മറ്റുള്ളവരുടെ ലൈഫിൽ കയറി പറയരുതെന്ന്. എന്തിനാണ് അപ്പോൾ എന്തിനാണ് അവർ എന്റെ ലൈഫിൽ കയറി പറയുന്നത്? എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ ഫോണ്, എന്റെ നെറ്റ്, എന്റെ ചാനല് ഞാൻ എന്തും പറയും, അത് എന്റെ അവകാശമാണ്. അപ്പൊ ഈ പെണ്ണുമ്പിള പറയുന്നത് എന്തുവാ, ഞാൻ എന്തിനാ അവരെ കയറി പറയുന്നത്? അതിന് ഇവരുടെ കുടുംബത്ത് കയറി ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്നാ ഇല്ലല്ലോ. ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ നമ്മളെ ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, നിന്റെയൊക്കെ മക്കൾ ഇതൊക്കെ കണ്ട് വഴിതെറ്റി പോകാതിരിക്കാനാണ് പറയുന്നത്, അത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലേന്ന് ഞാൻ ചോദിച്ചു. ശരിയാണ്, അവരുടെയൊക്കെ ഈ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെയൊക്കെ വീട്ടിൽ മക്കളും ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാനിത് പറയുന്നത് നല്ലതിനാണെന്നല്ല ഇവർ ചിന്തിക്കുന്ന. എന്റെ ഹസ്ബൻഡ് വേണേ പോട്ടെ, എന്റെ മക്കൾ വേണേ കണ്ട് എൻജോയ് ചെയ്യട്ടെ എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിന്റെ മാത്രമല്ല നല്ല രീതിയിൽ ജീവിക്കുന്ന കുറെ ജനങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ കുടുംബം ആഗ്രഹിക്കുന്നുണ്ടാവും ഇതിനൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അവർക്കും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. സത്യമാണ് കാര്യം. ഇപ്പൊ ഞങ്ങൾക്കൊരു മീഡിയ ഉണ്ട് സംസാരിക്കാനായിട്ട്, ഇതുപോലൊരു ചാനലുണ്ട്. ചാനലിൽ കൂടെ നമുക്ക് പറയാം, ഇവരുടെ ചാനൽ പൂട്ടിക്കണം, അല്ലെങ്കിൽ ഇവരുടെ ചാനൽ പിന്നെ റിപ്പോർട്ട് അടിക്കണം എന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ, ഇതുപോലുള്ളവർ വളർന്നു വരാൻ പാടില്ല. ആരെങ്കിലും ഒക്കെ വാ തുറന്ന് സംസാരിച്ചാലേ ഇതുപോലുള്ള ആൾക്കാർ രംഗത്തേക്ക് നമ്മളെ പോലെ നല്ല നെഗറ്റീവ് പിന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇവരെയൊക്കെ ചാനൽ പൂട്ടിക്കും. അങ്ങനെ വേണം. അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനിയുള്ള തലമുറ വഴിതെറ്റി പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ
അപ്പൊ ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും, ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും. ചിലപ്പം ഭാര്യമാരുണ്ടാവും, ചില ഇച്ചിരി കൂടെ ഏജുള്ള പേരില്ലേ, ഏജുള്ള അച്ഛനും അമ്മയൊക്കെ കാണും. ചിലപ്പോൾ അമ്മമാര് വിചാരിക്കും, ഷോ ഇതൊക്കെ എങ്ങനെ ആൾക്കാരോട് പറഞ്ഞ് ഇതൊക്കെ ഇല്ലാണ്ടാക്കും. ഈ പിന്നെ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതുപോലെയുള്ള ആൾക്കാരാണ് വരുന്നത്, ഇതെങ്ങനെ നിർത്തും, ഈ ലോകം പോകുന്ന പോക്ക് കണ്ടില്ലേ എന്നൊക്കെ സ്വന്തമായിട്ട് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന മിക്കവരും 99% ആൾക്കാരും ചിന്തിക്കുന്ന അതായിരിക്കും, ഞാൻ ഇവളുമാരൊക്കെ വഴിതെറ്റിക്കുമല്ലോ നമ്മുടെ മക്കളെയൊക്കെ. അതെന്ന് വെച്ചാൽ കുടുംബത്തോട് സ്നേഹം വേണം, മക്കളോട് സ്നേഹം വേണം. അല്ലാണ്ട് പിന്നെ അങ്ങനെ ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുമായിട്ട് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ നേഹയാണെങ്കിൽ നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആരുടെയും കുടുംബത്തിലേക്ക് കയറി ഞങ്ങൾ വന്ന് സംസാരിച്ചിട്ടില്ല, ആരുടെയും പിന്നെ കുടുംബത്തിൽ കയറി വന്ന് സംസാരിച്ചിട്ടില്ല, അവളോടും വന്ന് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്കും ഉണ്ട്. പക്ഷെ ഇപ്പൊ അവര് പറയുന്ന, ഇപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഇപ്പൊ അവര് പറയുന്നത് നിങ്ങൾ അവരെ കുറിച്ച് പറയരുത്. അപ്പൊ പിന്നെ ഇവരെന്തിനാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളെ കുറിച്ച് ഇതാകുന്നത്? അത് പോട്ടെ, അതൊക്കെ പോട്ടെ. അപ്പൊ നിഷാന വ്ലോഗ്സിന്റെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് കമന്റ് അടിക്കുന്നവർ അവിടെ ഇരുന്ന് നെഗറ്റീവ് കമന്റ് അടിക്കത്തേ ഉള്ളൂ, നമുക്കൊന്നും അത് ഒരു രോമത്തിൽ കൊള്ളത്തില്ല. ഉള്ള കാര്യം പറയുവാണെങ്കിൽ അവര് എന്ത് വേണമെങ്കിലും, ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് മാക്സിമം ഒരാളെങ്കിൽ ഒരാള് എങ്കിലും റിപ്പോർട്ട് അടിക്കാൻ ഞങ്ങൾ കാരണം പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ കുടുംബത്തിനോട് സ്നേഹമുള്ളവർ സ്വന്തം വീട്ടിലെ കാര്യം ഞാൻ പറയുന്നത്, അല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമല്ല. സ്വന്തം വീട്ടില് നമ്മുടെ പിന്നെ പിള്ളേര് മക്കള് പിന്നെ നല്ല രീതിയിലാണോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുടുംബത്തിനോട് സ്നേഹമുള്ള ഒരു വ്യക്തിയും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല, ഇങ്ങനെയുള്ള ബ്ലോഗ്സ്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ഈ ലൈവ് വരുന്ന ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇവരുടെയൊക്കെ അടിയിൽ വരുന്ന കമന്റ് കാണണം, എന്ത് സപ്പോർട്ടാണെന്നറിയാവോ. എന്നിട്ട് ഈ നിഷാന എന്ന് പറയുന്നവൾ ഒരു ബ്ലോഗ് അല്ലാണ്ട് 3 ചാനലാണ്, ഒരു ചാനൽ അല്ലാണ്ട് 3 ചാനലാണ് അവൾ തുടങ്ങിയിരിക്കുന്നത്. 3ലും 3 ടൈപ്പ് ബ്ലോഗ്, പിന്നെ എനിക്കൊന്ന് 3 ക്യാമറ ഉണ്ടാവും, അല്ലെങ്കിൽ 3 ഫോൺ വെച്ചിട്ടായിരിക്കും ഇവള് ലൈവ് ചെയ്യുന്നത്. എന്താ സംഭവം എന്നൊന്നും നമുക്ക് അറിയത്തില്ല, നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പറയുന്നതാണ് ഈ ലൈവ് എന്ന് പറയുന്നത്. ഇവള് എന്ത് പറഞ്ഞാലും പറയുന്ന ലൈവ് മെമ്പർഷിപ്പ് എടുക്കുക, ഇതാണ് പറയുന്നത്. അപ്പം നമ്മൾ പിന്നെ അതുമല്ല, വേറൊരു പ്രത്യേക കാര്യമുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ ലൈവ് കാണാനായിട്ട്, ആണുങ്ങൾ മാത്രമല്ല, ഒത്തിരി പെണ്ണുങ്ങളും ലൈവ് കാണാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളും വന്നിട്ട് അടിയിൽ കമന്റ് ഇടും, ചേച്ചി അടിപൊളി ലൈവ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ട് പെണ്ണുങ്ങളും കമന്റ് ഇടുന്നുണ്ട്. ഇനി ഫേക്ക് ഐ ഡി ആണോ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എന്നാലും എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും, ഒരു പെണ്ണിന്റെ പേരിൽ എത്ര ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ പറ്റും? അതിൽ എന്തായാലും കുറച്ച് ഫേക്ക് ഐ ഡി ആയിരിക്കാൻ ചാൻസ് ഇല്ല. എന്ന് വെച്ചാൽ മിക്ക കമന്റിലും കാണാം പെണ്ണുങ്ങളെ, അതുകൊണ്ട് മിക്കതും ഫേക്ക് ഐ ഡി അല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ പിന്നെ വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, പിന്നെ ഈ 1 മണി മുതലുള്ള 5 മണി വരെയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ മക്കളെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് മെയിനായിട്ട് ഇവര് രാത്രിയാണ് പരിപാടി നടത്തുന്നത്. അപ്പം ഇവര് വന്നിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാലും ഇവര് ഭയങ്കര വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് പറയുന്നത്, ഇന്ന് രാത്രി എൻ്റെ അടിപൊളി ലൈവ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ് കോഴിത്തെരിപ്പിക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം, അതൊക്കെയാണ്. പിന്നെ വൃത്തികെട്ട രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിക്കുന്നുള്ളൂ. അത് ഇവള് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന എല്ലാ പെണ്ണുങ്ങളും ഇതിനകത്ത് പിന്നെ ഒത്തിരി നമ്മളിപ്പം സെർച്ച് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞില്ലേ നേരത്തെ, അത് കണ്ടപ്പോഴാണ് ഇതിനും മാത്രം പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട്. ഇവരൊക്കെ വെറും വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത്, സത്യമാണ്. എന്ന് വെച്ചാൽ അവർക്ക് ലൈവാണ് മെയിനായിട്ട്, അതും മെമ്പർഷിപ്പ് ലൈവ്, അതാണ് സംഭവം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിഷാനയുടെ പിന്നെ 3 ചാനലുണ്ട്. അതിനകത്ത് ഹെവൻ ഓഫ് നിഷാന എന്ന് പറയുന്നൊരു ചാനൽ, നിഷാനയുടെ സ്വർഗം, അതിനകത്തോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നും പറഞ്ഞിട്ടാണ് അവളുടെ ഇത് തുടങ്ങുന്നത്. പിന്നെ ഒരുപാട് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇവളുടെ ടൈറ്റിൽ കണ്ട് ഇവളുടെ പിന്നെ തമ്നെയിലിൽ ഒന്നും എഴുതത്തില്ല, ഇവൾക്ക് ഒരു വൾഗറായിട്ട് ഇരിക്കുന്നിട്ട്. ഇപ്പൊ ഈ തള്ളേനെ കാണാൻ, എന്റെ പൊന്നലെ, ഈ തള്ളേന്ന് പറഞ്ഞാൽ ഒരു തള്ളയാണ്. തടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറഞ്ഞു തരും, ഒരു ആനയെ പോലെ ഇരിക്കുവാണ് ഇവര്. അപ്പൊ ഇവരുടെ പിന്നെ എന്താണ്, ഇവരുടെ ലൈവ് കാണാനായിട്ട് പിന്നെ വരുന്നവർക്ക് പിന്നെ എന്താണ് ഈ ഇതുണ്ടല്ലോ തംബ്നെയിൽ, ഇതിന്റെ ഹെഡിങ്, നമ്മുടെ ടൈറ്റിൽ, ആ ടൈറ്റിൽ കാണുമ്പോഴാണ് ഇത് കയറി നോക്കുന്നത്. ഇവർ ടൈറ്റിലിൽ നല്ല രീതിയിൽ എഴുതും, എല്ലാവരെയും ഒന്ന് സുഖിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് ടൈറ്റിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വായിക്കാൻ തന്നെ നാണക്കേട് തോന്നുന്നു. സത്യം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല ഇതൊക്കെ പറയാനായിട്ട്. പിന്നെ ഇതൊക്കെ പറയാനായിട്ട് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇവര് ഇതാക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് നിഷാന എന്റെ പൂന്തോട്ടത്തിലേക്ക് സ്വാഗതം, അല്ല പിന്നെ വന്നിരിക്കുന്ന വരൂ എന്താണ് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ലൈവാണ് വരുന്നത്, നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു വീഡിയോ ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് പറയുന്നത് കാണിക്കുന്നതാണ്, ഈ ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ ആൾക്കാരോട് ചോദിക്കുന്നത് കമന്റ് ഇടാൻ. എന്ന് വെച്ചാൽ ആ സമയം ആകുമ്പോഴത്തേക്കും അന്നേരം ഇഷ്ടമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആ ഡ്രസ്സിൽ കാണാം. ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർ പറയുന്ന ഡ്രസ്സിലാണ് ഇവർ വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോരുത്തരും എന്ന് വെച്ചാൽ ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർ ഒരു ഗ്യാങ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് തോന്നുന്നു ഈ കോളിംഗ് നടക്കുന്നത്. എനിക്ക് അറിയത്തില്ല എന്താ സംഭവം, ഗ്രൂപ്പായിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരാൾ പറയുന്ന ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർക്കും കാണാം, ബാക്കിയുള്ളവർക്കും ബാക്കിയുള്ള രീതിയിലുള്ള ഡ്രസ്സ് എല്ലാവർക്കും ഒരേ ടൈമിൽ. എനിക്ക് തോന്നുന്നു ഇത്രയും സമയത്തേക്കായിരിക്കും. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ നെറ്റ് തീർന്നോത്തില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം 1 മണിക്കൂറൊക്കെ എന്ന് പറയുമ്പോൾ 1 മണിക്കൂറല്ല, 1 മണി എന്ന് പറയുമ്പോൾ 2, 3, 4, 5, 4 മണിക്കൂറാണ് ഇവർ ലൈവിൽ നിൽക്കുന്നത്. അത്രയും ലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുള്ള വാച്ചിങ് ടൈമും കിട്ടും, അല്ലാതെ മെമ്പർഷിപ്പിന്റെ എമൗണ്ടും കിട്ടും. അപ്പൊ ഇവര് ഈ കാശ് കൊണ്ട് നല്ല ശരിക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം നല്ല രീതിയിൽ ഉറപ്പാണ്. കാര്യം കഴിഞ്ഞ ദിവസം അവർ താർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഇവർ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, താർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ പിന്നെ ഇവർക്ക് വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഗോൾഡ് ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട്. പിന്നെ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇവർക്ക് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് എന്തായാലും. പിന്നെ ഇതിന്റെ അടിയിൽ ലൈവിന്റെ അടിയിൽ ഇവർക്ക് ആവശ്യമുള്ളവർ നമ്പർ ഇട്ടിട്ടുണ്ട്. എനിക്കൊന്ന് നേരിട്ടും കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം പിന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൾമി എന്നും പറഞ്ഞിട്ട് കുറെ പേര് നമ്പറും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവര് ഭയങ്കര സുഖിപ്പിച്ചാണ് കേട്ടോ സംസാരിക്കുന്നതൊക്കെ. കുട്ട, മോനെ, ഡാ എന്നൊക്കെ വിളിച്ചിട്ടുള്ള സംസാരങ്ങളാണ്. അതൊക്കെ നമുക്ക് അറിയാം എന്തായാലും. അതുപോലെ തന്നെ പിന്നെ ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കണ്ടതിൽ ഏറ്റവും വൾഗറായിട്ടുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഡ്രസ്സിങ്ങും വൃത്തികെട്ട രീതിയിലുള്ള ഒരു രൂപവും ഈ നിഷാനയ്ക്കാണ്. കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഇച്ചിരിയെങ്കിലും അന്തസ്സുണ്ടെന്ന് പറയും. ഈ നിഷാനയുടെ എന്ന് വെച്ചാൽ ഞാൻ ഈ കമന്റ് കണ്ടിട്ടാണ് ഞാൻ നിഷാനയുടെ ചാനൽ ചർച്ച ചെയ്തത്. അപ്പോഴാണ് ഇവര് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷത്തിന് മേളിൽ എന്തായാലും ആയിട്ടുണ്ട്. കാര്യം അതിനു മുമ്പുണ്ട്. പക്ഷെ ഇത് അധികം ആരും അറിഞ്ഞിട്ടില്ല. ഇവളാരും ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ഇവളധികം ആരും അറിയാണ്ട് പോയത്. പക്ഷെ ഈ നിമിഷ ബിജോയ് ആണെങ്കിലും നമ്മുടെ നിമിഷ ബിജോയും നില നമ്പ്യാരും ഇവർ രണ്ടുപേരും ഇന്റർവ്യൂയിലും വെറൈറ്റി മീഡിയയിലും ഇവിടെയൊക്കെ കുറെ ഇന്റർവ്യൂ കൊടുത്തിട്ട്, വെറൈറ്റി മീഡിയ ആണെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല, കുറെ ഇന്റർവ്യൂസ് കണ്ടിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ ഈ നിഷാനാനെ പോലത്തെ കുറെ കൂതറകളുണ്ട്. സത്യം അത് കണ്ടിട്ട് തന്നെ നമുക്ക് വല്ലാത്തൊരു ഇത് വരുന്നു. കാര്യം ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് അപമാനമാണല്ലോ ഇങ്ങനത്തുള്ള സ്ത്രീകളെന്ന് വിചാരിച്ചിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആണുങ്ങളുണ്ട്, ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ട്. ഇപ്പൊ എനിക്ക് വന്ന കമന്റ് ഞാൻ നേരത്തെ വായിച്ചില്ലേ, അത്രയും വൃത്തികെട്ട രീതിയിലുള്ള പെണ്ണുങ്ങളും ഉണ്ട്. അന്നേരം ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചിന്തിക്കുന്നില്ല ഇവരെ വീട്ടുകാരെ കുറിച്ചോ അല്ലെങ്കിൽ ഇവര് വേറെ ഒന്നുമില്ല, ഇവര് സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നവരാണെന്ന് തോന്നുന്നു. കാര്യം ഇവര് എന്തെങ്കിലും കാണണമെന്ന് തോന്നുമ്പോ ഇങ്ങനെ ഇന്ന് കാണുക, അവര് മെമ്പർഷിപ്പ് കൊടുത്ത് ഉള്ള കാശെല്ലാം കൂടെ കുടുംബത്തിൽ ജീവിക്കേണ്ട കാശാണ്, കുടുംബത്തിൽ അരി വാങ്ങിക്കേണ്ട കാശാണ് ഈ കെട്ടിയവന്മാരും കൊണ്ടുപോയി ചിലപ്പോ മക്കളൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ തീർക്കുന്നത്. മനസ്സിലായി? ഇവളുമാർക്കൊക്കെ തിന്നാൻ കൊടുക്കുക പിന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട്, ലൈവ് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു 1000 രൂപ നല്ല രീതിയിലൊക്കെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതിന് ഒരു 1000 രൂപ 1500 രൂപയൊക്കെ ആവും. ഈ ചെറിയ രീതിയിലാണെങ്കിൽ ഒരു 300 രൂപ എന്നാണ് ഇവളൊരു കമന്റിൽ ഇവളുടെ ഒരു വീഡിയോയിൽ കണ്ടത്. സ്റ്റാർട്ടിങ് 300 രൂപയാണെന്ന്. അപ്പം സ്റ്റാർട്ടിങ് 300 എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ, ഏകദേശം ഒരു ചെറിയ രീതിയിലൊക്കെ കാണിക്കുന്നതിനാണ് ഇത്രയും. പക്ഷെ ഇത് എന്ത് കണ്ടിട്ടാണ് കാണാൻ ചെല്ലുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാര്യം ഇത്രയും ദാരിദ്ര്യവാസികളാണോ, ഇത്രയും എന്തോ പറയുമല്ലോ, ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരാണ് ഈ ലോകത്ത് ജീവിക്കുന്നതെന്ന് ആലോചിക്കുക. ഇവർക്കൊക്കെ കെട്ടിയുള്ളവരില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇവരുടെയൊക്കെ ഇതൊക്കെ കാണാൻ പോകുന്നത്? ഈ കാശുണ്ടെങ്കിൽ ആ മക്കൾക്ക് എന്തെങ്കിലും ഒരു കൂടി ബിസ്ക്കറ്റാ അല്ലെങ്കിൽ ഒരു കവർക്ക് പാല വാങ്ങിച്ചു കൊടുക്കാമല്ലോ, എന്തൊക്കെ വാങ്ങിക്കാം. ഒരു ലൈവ് കാണുന്ന ആ സമയം കൊണ്ട് ഇവര് രാവിലെ മുതൽ പണിയെടുക്കുന്ന കാശായിരിക്കും. അതൊന്നും ചിന്തിക്കുന്നില്ല. അതൊന്നും ചിന്തിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഇങ്ങനെ ഉള്ളവന്മാരെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവന്മാരൊക്കെ നോക്കുന്നത്.
അതേസമയം വീട്ടിൽ ഇരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിലപ്പം വീട്ടിലെ അച്ഛനോ അമ്മയോ ഇവരുടെ ഈ കാണുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഈ കാണുന്നവരുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഒരു നേരത്തെ മരുന്നിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അതൊന്നുമല്ല അവര് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ലയം കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് ഒരു എൻജോയ്മെന്റ് എന്ന രീതിയിൽ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് വല്ല പെയിന്റ് പണിക്കാ വല്ല ചിലപ്പോൾ അവരും ഭയങ്കര ദാരിദ്ര്യവാസികളായിരിക്കും. അവര് ഈ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് പണിയെടുത്ത് നടുവൊടിഞ്ഞ് ആ പൈസ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ളവൾമാരെ തീറ്റിക്കാനുള്ള ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇങ്ങനെയുള്ളവൾമാരൊക്കെ, ഞാനൊരു കാര്യം പറയുക, ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇനിയും വളർന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാം. ഇനി ഒരു വർഷം കൂടെ കഴിയട്ടെ. ഈ ഒരു വർഷം കൂടെ കഴിയുമ്പോൾ ഇതിന്റെ എണ്ണം കൂടത്തില്ലേ? ഇപ്പൊ 50 പേരെ ഉള്ളു ഇങ്ങനത്തെവളുമാരെങ്കിൽ നാളെ 50,000 പേരാകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ. ചിലപ്പം ഒരു കൂടിപ്പോയ ഒരു 19 പേരുണ്ടാവും ഇപ്പം ഇങ്ങനെയുള്ളവളുമാര്. അപ്പൊ ഇവളുമാരെ ഇപ്പോഴേ റിപ്പോർട്ട് അടിച്ച് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കൈകോർത്ത്, നമ്മൾ എന്തിനൊക്കെ കൈകോർത്ത് നിൽക്കുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വയനാട് ദുരന്തം വന്ന്, പ്രളയം വന്ന്, പിന്നെ അങ്ങനെ ഒരുപാട് ഇവളുമാരൊന്നും ഇതിനകത്തൊന്നും ഒഴുകി പോകുന്നില്ലേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും കാര്യങ്ങൾക്ക് ഈ മലയാളികളായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാവരും കൈകോർത്ത് പിടിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് മുന്നേറുന്നുണ്ട്. അതുപോലെ ഈ നെഗറ്റീവ് കമന്റുകാരെയൊക്കെ നമ്മൾ മാറ്റുക. ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഓരോരുത്തർക്കും ബുദ്ധി ഉണ്ടെങ്കിൽ, ഒരിച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ, ചോറാണ് തിന്നുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും ഒരു കഴമ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നതെന്ന് ചിന്തിക്കുക. അപ്പൊ ഇതുപോലുള്ള ഒരു 50 പേര് ഇപ്പൊ നിലവിലുണ്ടാവും, ഇതുപോലെ ലൈവ് കാണിക്കുന്ന, ഇതുപോലെ തുണിയഴിച്ച് കാണിക്കുന്ന ഇത്രയും പേരുണ്ടാവും. ഇതില് നമ്മൾ കുറച്ചൊരു 100 പേര് വിചാരിച്ചാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇവളുടെ ചാനലിൽ നമുക്ക് റിപ്പോർട്ട് അടിക്കാൻ പറ്റും. ഇപ്പൊ ചിലപ്പോ എന്റെ ചാനലിൽ ചിലപ്പോ ഇതിന്റെ ഫാൻസുകാര് ചിലപ്പോ എന്റെ റിപ്പോർട്ട് അടിക്കുമായിരിക്കും. അതൊന്നും എനിക്ക് വിഷയമില്ല. നമ്മൾ ഈ ചാനലില്ലെങ്കിൽ വേറെ ചാനലിൽ കൂടെ നമ്മൾ വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ കാണുന്നതിന്റെ എനിക്ക് കുറച്ച് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇപ്പൊ അത്യാവശ്യം വ്യൂസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിൽ കാണുന്ന നല്ലത് എന്ന് തോന്നുന്നവർ കാണുന്ന ഇവളുടെ ചാനല്, ഈ നിഷാന വ്ളോഗ്സ്, അഞ്ജിത നായർ, പിന്നെ അതുപോലെ തന്നെ നിമിഷ ബിജോ, പിന്നെ നില നമ്പ്യാര്, ഇത്രയും പേരുടെ ചാനൽ, ഇത്രയും പേരല്ല കേട്ടോ, കുറെ പേരുണ്ട്. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അത് ഇങ്ങനെ നല്ലവരുടെ കാര്യം പറയുന്നത്, കുടുംബത്തിൽ പിറന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ ഇതൊന്ന് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് എന്ന് പറയുന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. അതൊന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേര്, കൂടുതൽ പേര് റിപ്പോർട്ട് അടിച്ച് ആ ചാനൽ പോകാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ വിചാരിച്ചാൽ അതിന് സാധിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ 50 പേരെന്നുള്ളത് 50,000 പേരാകും. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്. കാര്യം ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ കാര്യം, ഈ വളർന്നു വരുന്ന തലമുറയുടെ കാര്യം എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുക. ഈ ചാനലുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് ഇവര് മോട്ടിവേഷനായിട്ട് ചിലപ്പോൾ നോർമലി വീഡിയോ ചെയ്യാനായിരിക്കും ഇവളുമാര് വരുന്നത്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി, ചിലപ്പം ഇപ്പൊ എല്ലാവരും അങ്ങനെയാണല്ലോ, യൂട്യൂബ് ചാനൽ തുടങ്ങി കുക്കിങ്ങിന്റെയും യാത്രയുടെയും ഫുഡിന്റെയും എല്ലാത്തിന്റെയും, പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അല്ലാണ്ട് ഡെയിലി വ്ളോഗ് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ അന്തസ്സായിട്ട് ജീവിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇങ്ങനെ തുണിയഴിച്ചു കാണിക്കാനുള്ള ഒരു പോൺ ചാനലല്ല, പോൺ ഒരു മാധ്യമമല്ല. അതിന് വേറെ എന്തെങ്കിലും വഴികൾ നോക്കുക. പക്ഷെ ഈ നല്ലവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവളുമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റിപ്പോർട്ട് അടിച്ച് കളയണം. കാര്യം നമ്മൾ വെറുതെ ഇതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യുവല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്, ഇതൊരു കണ്ടന്റ് ആയിട്ടല്ല ചെയ്യുന്നത്. ഇതുപോലുള്ളവളുമാരെ നശിപ്പിക്കാനായിട്ട് വേറെ വഴിയില്ല. ഇവളുമാര് വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്തോട്ടെ. ഇതുപോലെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ വരെ തകർന്നു പോകും. അതാണ് ഞാൻ പറയുന്നത്. ഈ കാശുള്ളവരുടെ കാര്യമല്ല, കാശില്ലാത്ത പാവപ്പെട്ടവരുടെ കുടുംബത്തിൽ ചിലപ്പം അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവന്മാര് ഇങ്ങനെയുള്ള കൂത്താട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഇവന്മാര് അച്ഛനെയും അമ്മേനെയും നോക്കാണ്ട്, ചിലപ്പം ഒറ്റ മോനൊക്കെ ആയിരിക്കും, നോക്കാണ്ട് ഇറങ്ങി ഇവളുമാരെ പോലുള്ളവരെ തേടി ഇറങ്ങി കുറെ കാശൊക്കെ അങ്ങോട്ട് കൊണ്ടു കളഞ്ഞ് വീട്ടുകാരെ ഒന്നും നോക്കാതെ അങ്ങനെയൊക്കെ നടന്ന് ഒരുപാട് കുടുംബങ്ങൾ
നശിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ബുദ്ധിയുള്ളവര് ഇതൊന്നും മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലെ ചതികളിൽ ആരും പോയി വീഴാതിരിക്കുക, എല്ലാവരോടും കൂടി പറയുവാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനല്ല. എല്ലാവരും ഒരുപോലെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഒത്തുപിടിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇനിയും വളർന്നു വരുന്ന തലമുറ നന്നാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള ചാനലുകൾ റിപ്പോർട്ട് അടിച്ച് കളയുക. അപ്പൊ എനിക്കിനി കൂടുതലൊന്നും പറയില്ല. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെ ബൈ ബൈ.